ഇന്നലെ രാത്രി ഇവിടെ ഓലപ്പിശാശി വന്നതും പാൻഡൂരി പിശാശി ഓടിക്കളഞ്ഞതും മകള് മറന്നില്ലല്ലോ. അമ്മച്ചി രാവിലെ കുറെ വഴക്ക് പറഞ്ഞു. നടന്ന എന്താണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കൊന്നും അറിയില്ലല്ലേ? മുതലാളി തക്ക സമയത്ത് കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിൽ ആ മരപ്പട്ടി മത്തായി സത്യമെല്ലാം തുറന്നു പറഞ്ഞേനെ. ഒന്ന് പോകുന്നുണ്ട് ഇവിടുന്ന്. എന്റെ പൊന്ന് കത്രി, വീട്ടില് സ്വർണ്ണക്കട്ടി ഇരിക്കുമ്പോ നീ എന്തിനാ കാക്കപ്പൊന്നിന്റെ പുറകെ പോണത്? അങ്ങനെ എന്തെങ്കിലും ആവശ്യം തോന്നിയാ നിനക്ക് എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാനിവിടെ എന്തിനും തയ്യാറായി നിപ്പില്ലേ? അന്തപ്പച്ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അമ്മച്ച വിളിക്കും. വിളിക്കടി, എന്നിട്ട് വേണം സത്യമല്ല എനിക്ക് തുറന്നു പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ സംഭവിച്ചതിന്റെ പിന്നിൽ ആരായിരുന്നെന്ന് എനിക്കറിയാം. നീ ഇവിടെ എന്തിനു വന്നു? നിനക്ക് ഇവിടെ എന്താ കാര്യം? നീ കൊറേ നാളായി ഈ പെണ്ണിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പോയോ? ഇല്ലേ, അത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നലെ രാത്രി വന്നത് ഞാനല്ല. ഇന്നലെ രാത്രിയിൽ നീ ഇത് തന്നെയല്ലേ പറഞ്ഞത്? അയ്യോ, അത് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത്. അമ്മച്ചി, ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. ഇവിടത്തെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ വന്ന ഏതോ ഒരു ചാരനാണ് അവനെന്നാണ് എന്റെ വിശ്വാസം. ചാരനോ? അമ്മച്ചി ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. ആകാശത്ത് ആയുധം വരെ വീഴുന്ന കാലമാ. ചിലപ്പോ അമ്മച്ചിയുടെ ജീവൻ വരെ അപകടത്തിലായേക്കാം. ജാഗ്രത. ഇൻക്ലൂഡിംഗ് കത്രീന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പൈങ്കിളി കഥകൾ വായിച്ചിരുന്ന കത്രീന എങ്ങനെയാ ബൈബിളിൽ കയറിയത്? ആ ധ്യാനം കൂടിയതിനു ശേഷം ഇതാണ് ഏട്ടാ എന്റെ അനുഭൂതി. അങ്ങനെ ഒരു അനുഭൂതി ഉണ്ടെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് വായിക്കാം. ആരെങ്കിലും കാണും? ആര് കാണും? ആങ്ങൾ ഇപ്പൊ ഇങ്ങ എത്തും. അവനോട് ചീട്ട് കളിച്ചോണ്ടിരിക്കുക. ഇന്നൊന്നും വരത്തില്ല. അവന് കൈ കയറാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്താ ഇത്? വേണ്ട ഏട്ടാ. എന്താ അന്തപ്പച്ചേട്ടാ? കത്രീനെ കാണാൻ വന്നതാ. എന്റെ ആങ്ങൾ ഇപ്പൊ ഇങ്ങ എത്തും. അവനെ വാസുവിന്റെ ചാരായക്കടയിൽ അടിച്ച് പൂക്കുറ്റിയാക്കി കിടത്തിട്ടാ വന്നത്. എന്താ ഈ കാണിക്കണേ? കുറ്റിയിട്ടത് അതല്ലേ എന്താ ഈ കാണിക്കുന്നത്? നമ്മുടെ ഭാവിയെ കുറിച്ച് സംസാരിക്കാനുണ്ട്. നിന്നോടൊരു സുപ്രധാന കാര്യം പറയാനാ ഞാൻ വന്നത്. നിന്നെ വീശിപ്പിടിക്കാൻ ഒരു വലയുമായി ആ തെണ്ടി മത്തായി നിന്റെ പിറകെ നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. അവനൊരു ചതിയനാണെന്നുള്ള കാര്യം എന്റെ പൊന്നു കത്രീനെ നീ മറക്ക്. നീ അവനെ വിശ്വസിക്കരുത്. ഒരുപാട് പെൺകുട്ടികളെ അവൻ വഴിയാധാരമാക്കിയതാ. അവനൊരു എരപ്പാളി നിന്റെ തന്ത. എന്തത്? ദൈവവചനം. സത്യം സത്യം, ഞാൻ പറഞ്ഞില്ലേ? അവൻ വഴിയാധാരമാക്കിയ പെൺകുട്ടികൾ ലിസ്റ്റിൽ കേൾക്കണ. മൂവാറ്റുപുഴക്കാരി ലീലാമ, ചങ്ങനാശ്ശേരിക്കാരി അച്ചാമ്മ, അങ്കമാലിക്കാരി കൊച്ചമ്മണിയും അവളുടെ വകയില് 2 അനിയത്തിമാരും, പിന്നെ നിന്റെ അമ്മ മറിയാമ്മയും. ദൈവവചനം ഇരിക്കുമല്ലേ? എന്റെ ഭാവി വധുവിന്റെ വിശ്വാസ പ്രമാണം തകരരുത്. അതുകൊണ്ടാ പറഞ്ഞത്. 6-ാം പ്രമാണം മുറുക്കെ പിടിച്ചോണം. 10 എന്റെ കയ്യിലുണ്ടടാ പട്ടി. പിന്നല്ലേ നിന്റെ 6? 3 പോലും ഞാൻ തരില്ലടാ പുല്ലേ. കത്രീനോ, കർത്താവ് അപ്പ കട്ടിന്റെ അടിയിലുണ്ടല്ലേ? നിനക്കെന്താ കട്ടിന്റെ അടി കാര്യം? നിനക്കെന്താ കട്ടിൽ മോളിൽ കട്ടിൽ എനിക്കുള്ളതാടാ. അതൊക്കെ പള്ളി ചെന്ന് പറഞ്ഞു. അതേടാ, പള്ളി പറഞ്ഞെന്നെ ഈ കട്ടിലും എന്റെ ഈ കത്രീനെ ഞാൻ സ്വന്തമാക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ല. ഈ കഴുത്ത് എനിക്കുള്ളതാ. ഈ കഴുത്ത് എനിക്കുള്ളതാ. സോറി കത്രീന. നീ നോക്കിക്കോ, അടുത്ത പള്ളിപ്പെരുന്നാളിന് മുമ്പ് പള്ളിപ്പറമ്പിൽ ചാക്കോച്ചന്റെ മകൻ അന്തപ്പൻ ഈ കത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കോടാം. നീ താലി കെട്ടാൻ ചെല്ലുമ്പോൾ ആ കഴുത്തിലൊരു താലി ഉണ്ടായിരിക്കുമ്പോളാ അത് ഈ മത്തായിയുടേതായിരിക്കും. ഈ കാണാമട പരട്ടെ. എങ്കിൽ കാണാമടാ പട്ടി. India is my country. All Indians are my brothers and sisters. ഈ പത്രം തുറന്ന ആക്സിഡന്റ് വാർത്ത മാത്രമേ ഉള്ളൂ. ഒരു രക്ഷയില്ല. അറിഞ്ഞോ? നീ ഇവിടെ ഇരിപ്പുണ്ടോ? ആ കല്ലുക്കാരൻ കുട്ടപ്പായില്ലേ? എന്താ തട്ടിപ്പോ? അയാള് വീണ്ടും അപ്പനായി. അയ്യോ, അതെങ്ങനെയാടൂ? ഇന്നലെ കൂടെ മുതലാളിയുടെ കൊച്ചമ്മ ഞാൻ കണ്ടതാ. ഒരു ശകലം കൂടെ വയറില്ലായിരുന്നല്ലോ. ഇത് മുതലാളി കൊച്ചമ്മയുടെ അല്ല,
ചുങ്കത്താനത്തെ ദീനാമടയാ. പ്രസവം കഴിഞ്ഞിട്ട് 10-18 വർഷം കഴിഞ്ഞ്. അയ്യ. അല്ലേലും എന്റെ മുതലാളിയുടെ വീടിന് ഔട്ട്സൈഡിലുള്ള പിള്ളേർക്കൊക്കെ മുതലാളിയുടെ അതേ ഫേസ് കട്ടാ. ഇൻസൈഡിലാണെങ്കിൽ അതൊട്ട് ഇല്ലതാനും. ആ ആനിപ്പെണ്ണിന് എങ്ങനെയാ മുതലാളിയുടെ ഫേസ് കട്ട് വന്നെന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരി കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആ ദീനാമ്മയുടെ മോന്തായം കണ്ടാ ഇങ്ങനെ വല്ലതും തോന്നൂ. നീയും നിന്റെ മുതലാളി ചെവിയിൽ നുള്ളിക്കോ. ദീനാമ്മയും മോളെയും കൊണ്ട് ഒരു വടിയും കൊടിയും പിടിപ്പിച്ച് ബംഗ്ലാവിലേക്ക് ഞങ്ങൾ ഒരു മാർച്ച് പാസ് നടത്താൻ പോവാ. അതിന് മാർച്ച് വരെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ ആകാലോ. ഈ ഫേസ് കട്ടിനെ കുറിച്ചും പലർക്കും സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ബി കെയർഫുൾ. അയ്യോ, പള്ളി വിടാൻ സമയമായി. ഒരു 100 നോട്ടീസെങ്കിലും അടിച്ചില്ലെങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. ആ പോട്ടെ പോട്ടെ പോട്ടെ. അമ്മച്ചേ, അമ്മച്ചി അറിഞ്ഞ കല്ലുക്കാരൻ കുട്ടപ്പാല ഡ്യൂപ്ലിക്കേറ്റ് മോളാ ചുങ്കത്താരത്തെ ആനി. കട്ടപ്പനയോ? ആ, കട്ടപ്പന പെറ്റ്. ഇതിനൊന്നും പാസ്പോർട്ട് കൊടുക്കാറായില്ലേ കർത്താവേ? ഇതുവരെ ഒരുങ്ങിയില്ലേ? നീ തന്നെ വല്ല മിസ്സിന്റെ കോമ്പറ്റീഷനും പോകുന്നുണ്ടോ? ഒന്ന് പോയി ജോണിച്ചാ. എടി മോളെ, നിന്നെ അവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. ഒന്ന് വേഗം വാ. അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കടി. ആ, നിനക്ക് വല്ലതൊക്കെ പെൺകുട്ടിയോട് ചോദിക്കാറുണ്ട്, ചോദിക്ക്. രേഖയെ ഞാൻ ഇവിടുത്തെ പള്ളിയിൽ വെച്ച് നേരത്തെ കണ്ടിട്ടുള്ളതാ. അപ്പോ ഞങ്ങളറിയാതെ പെണ്ണുകാണലൊക്കെ നേരത്തെ കഴിഞ്ഞു അല്ലേ? എന്നാ പിന്നെ കല്യാണം എന്ന് നടത്തണമെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഏത് ദിവസം നടത്താനും ഞങ്ങൾ തയ്യാറാ. ബെന്നിച്ചൻ 2-ാം തീയതി വഴിയേ ലീവുള്ളൂ. അതുകൊണ്ട് അടുത്ത ആഴ്ച തന്നെ മനസ്സുചോദ്യം നടത്തി പിറ്റേ ആഴ്ച 3 കൂട്ടി വിളിച്ചാൽ കല്യാണം നടത്താം. അല്ല, അരമനയിൽ നിന്ന് മെത്രാച്ചനെ സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചാലേ കല്യാണം നടത്താമല്ലോ. കൊല്ലും ഞാൻ ആ പട്ടിയെ. എന്റെ അച്ചായോ, ടൗണിലേക്ക് അടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. ജനങ്ങളൊക്കെ അങ്ങ് ആകെ ഇളകിയിരിക്കുക. നിക്ഷേപരെന്നും പറഞ്ഞ് ആരൊക്കെയോ ഇടിച്ചു കയറി ആ ഓഫീസിൽ തല്ലിപ്പൊളിച്ച് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവുകയും ചെയ്തു. ആലിച്ചനെയും മനോയെ ആ തെണ്ടി കൈവച്ചോടാ. അവൻ ഏതായാലും കുടുംബച്ചോർക്ക് തീർക്കാതിരിക്കോ? മാഞ്ചിയം വളരുന്ന പോലെ വളർന്നിട്ട് കാര്യമില്ലടാ. കക്കാൻ പഠിച്ചാ നിക്കാനും പഠിക്കണം. ചിലക്കാതൊന്ന് പോതല്ലേ. എടോ വക്കീലേ, താൻ എന്തോ ചോദിച്ചോണ്ടിരിക്കുവാടോ? കോടതി പിരിയും മുമ്പ് എന്റെ പിള്ളേരെ വെളിയിലാക്കി തരണം. വകുപ്പും ചട്ടവും ഒന്നും എനിക്ക് കേൾക്കണ്ട. കാഞ്ഞിരപ്പള്ളിക്കാരിപ്പ ജയങ്ങളുടെ കൊടുമുടി പുറത്താ. ഇനി അവന്മാരെ അവിടുന്ന് തള്ളിയിട്ടാ മാത്രം മതി. ഉയരം കൂടും തോറും വീഴ്ചയ്ക്ക് ആക്കവും കൂടും. മുതലാളി, കോലഞ്ചേരി ആശുപത്രിയിൽ 2 മാസം ഒരുമിച്ച് കിടക്കുന്ന ഒരു വീഴ്ചയായിരിക്കണോ? ഒന്ന് ചിലക്കാരകത്ത് എരിപ്പടാ. വിളിക്കുമ്പോ വരാം. നാളെ കറിയയുടെ മോടെ മനസ്സമ്മതമാ. അതുപോലൊന്നും ഇവിടെയും നടക്കേണ്ടതല്ലായിരുന്നോടാ. ആ സണ്ണിക്കഴിവേറി ഒറ്റ ഒരുത്തന്റെ ബുദ്ധിയാ അരുതേ നമ്മളിന്ന് മുറിച്ചു മാറ്റിയത്. അവിടെ ആഘോഷം തുടങ്ങി. നടക്കട്ടെ. നാളത്തെ കലാശക്കൊട്ടിന് താളം പിടിക്കുന്നത് കല്ലൂക്കാരന്മാരായിരിക്കോടാ. മനസ്സമ്മതത്തിന് ചെണ്ടമേളം ഉണ്ടോ? എങ്കിൽ പിന്നെ എന്റെയും കത്തിയുടെയും മനസ്സമ്മതത്തിന് പല്ലാവൂർ അപ്പുമാരുടെ തന്നെ വിളിക്കാം.